ഹായ് മക്കളെ, എക്സാം ടെൻഷനിലാണ് നിങ്ങളെന്ന് അറിയാം. അപ്പോൾ എക്സാമിൽ ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാംസാഹാരികളും സസ്യാഹാരികളും കാണുന്ന പല്ല് ഏത് തരമാണ്? ഇതിലെ ചിത്രം കണ്ടിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർണിവോറസിലും ഹെർബിവോറസിലും കാണപ്പെടുന്നത് ഏതാണ് മക്കളെ? നമുക്ക് പറയാൻ പറ്റും കനൈൻ ടീത്ത് ആണ്, കോമ്പല്ലാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. കടിച്ചു കീറാൻ വേണ്ടിയിട്ടും അതുപോലെ ഇപ്പോൾ പശുക്കെ ആണെങ്കിൽ എന്നൊക്കെ അയവിറക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ബൈറ്റും ടിയറിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ കടിച്ചു മുറിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ചവച്ചരയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള കനൈൻ ടീത്തുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അമീബയുടെ ഒരു ഫ്ലോ ചാർട്ട് ആണ് എൻ്റെ മക്കൾക്ക് തന്നത്. അമീബയുടെ പോഷണം അല്ലെ, ന്യൂട്രീഷൻസ് ആണ് തന്നത്. ആഹാര പദാർത്ഥം ആദ്യം എന്താണ് അവർ സ്വീകരിക്കുന്നു, ഇഞ്ചക്ഷൻ ചെയ്യുന്നു, പിന്നെ ദഹനമാണ്, പിന്നെ ആഗിരണം, സ്വാംശീകരണം, അസിമുലേഷൻ, പുറന്തള്ളൽ, ഇജക്ഷൻ ആണ്. അപ്പോൾ ആഹാരം സ്വീകരിച്ച് ദഹനമെല്ലാം പൂർത്തിയാക്കി ആഗിരണം സ്വാംശീകരണം ചെയ്ത് ഞങ്ങൾ പോകുന്നേ, പുറത്തോട്ട് പോകുന്നേ എന്ന് പഠിച്ചേക്കാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ടെക്നിക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് അത് പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ഈ ഓർഗൻ ഏതാണെന്ന് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഏതാണ് മക്കളെ, ഇത് സ്മോൾ ഇൻഡസ്ട്രൈൻ അല്ലെങ്കിൽ ചെറുകുടലാണ് അല്ലേ. നമ്മുടെ ദഹനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. അതിൽ ചെറുകുടലിന് 6 മീറ്ററോളമാണ് നീളം, അത് 6 മീറ്റർ ലോങ് ആണ്. ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ആഹാരത്തിലെ ന്യൂട്രീഷൻസിനെ അബ്സോർവ് ചെയ്യുന്നതും ഈ പറയുന്ന ചെറുകുടൽ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാം ഒക്കെ വരാൻ പോവാണ്. സോ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിന്റെ ഡീറ്റെയിൽസും നമ്പറൊക്കെ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും എക്സാം നന്നായിട്ട് തന്നെ എഴുതണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.